ൊക്കെ തട്ടി നിൽക്കും. ഇപ്പോൾ നാട്ടുകാരനായ ശാന്തൻ പറയുന്നതനുസരിച്ച് ഈ ചെക്ക് പോസ്റ്റിന് തൊട്ട് മുകളിൽ വെച്ച് വണ്ടി തെന്നി മാറുകയാണ് ചെയ്തത്. താഴേക്ക് വീണിട്ടില്ല. നമുക്ക് ആദ്യം ആംബുലൻസ് ഗ്രൂപ്പിൽ നമ്മുടെ സോഷ്യൽ വെല്ലിൽ നിന്ന് വന്ന വിവരം അനുസരിച്ച് കൊക്കയിലേക്ക് മറിഞ്ഞു എന്നാണ്. പക്ഷേ കൊക്കയിലേക്ക് മറിഞ്ഞിട്ടില്ല. KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. തെന്നി മാറി ഈ മരത്തിൽ ഇടിച്ച് നിൽക്കുകയാണ് ചെയ്തത്. ഏകദേശം വണ്ടി മറിഞ്ഞതുപോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ചെറിയ പരിക്കുകളേ ഉള്ളൂ. ആർക്കും ആളപായമില്ല. ഗുരുതരമായ ആർക്കും പരിക്കേറ്റിട്ടില്ല. ചെറിയ മഴയുണ്ടായിരുന്നു. ഒരുപക്ഷെ വണ്ടിയുടെ നിയന്ത്രണം വിട്ടു പോയതായിരിക്കാം. ചെക്ക് പോസ്റ്റിന് തൊട്ട് മുകളിൽ വെച്ചൊരു 150 മീറ്റർ മുകളിലാണ് ഈ തേക്കിൻ മരങ്ങളൊക്കെ നിൽക്കുന്ന തേക്കുമരങ്ങൾ നിൽക്കുന്ന സ്ഥലത്താണ് വണ്ടി ഒന്ന് തെന്നി മാറിയിരിക്കുന്നത്. താഴേക്ക് വീണ് മറിഞ്ഞിട്ടില്ല, തെന്നി മാറി കിടക്കുകയാണ്. നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് 7:52 അല്ലേ ആണോ അപകടം സംഭവിച്ചതെന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ ഒരു വിവരം വരുന്നത് ഒരാൾക്ക് മരണം സംഭവിച്ചു എന്ന ഒരു അനൗദ്യോഗിക വിവരം വരുന്നുണ്ട്. എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? അരുൺകുമാർ, അതായത് ഈ ബസ് അപകടത്തിൽ ഈ ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച ഒരു യുവതി ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഈ മരത്തിൽ കുടുങ്ങി നിൽക്കുകയായിരുന്നു. ബസ്സിന്റെയും മരത്തിന്റെയും ഇടയിലാണ് ഈ യുവതി കുടുങ്ങി കിടന്നിരുന്നത്. ഇവർക്ക് നേരത്തെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളത് നേരത്തെ രക്ഷാപ്രവർത്തകരെ അറിയിച്ചിരുന്നു. ഇവർക്ക് ജീവൻ നഷ്ടമായി എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതിനാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തകരിൽ ചിലരാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഏതായാലും ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. ഇവരുടെ പരിക്ക് മാത്രമാണ് ഗുരുതരമായിട്ടുള്ളത്. മറ്റുള്ള ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബസ് നിയന്ത്രണം നഷ്ടപ്പെടുകയും പെട്ടെന്ന് താഴ്ചയിലേക്ക് നീങ്ങുകയായിരുന്നു. പക്ഷേ അവിടെ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും വലിയ കൂറ്റൻ തേക്കിൻ മരങ്ങൾ ഉണ്ടായിരുന്നു. ആ കൂറ്റൻ തേക്കിൻ മരങ്ങളിൽ ഇടിച്ചാണ് ബസ് നിന്നത്. പക്ഷേ ഈ സമയത്ത് ഈ തേക്കിൻ മരത്തിനും ബസ്സിനും ഇടയിലാണ് ഈ സ്ത്രീ കുടുങ്ങിപ്പോയത്. അവർ ഏറെ നേരം ഇതിനിടയിൽ തന്നെ കുടുങ്ങിപ്പോയി. അതിനുശേഷം ഇവർക്ക് വലിയ രീതിയിലുള്ള പരിക്കും ഏറ്റു എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. പക്ഷേ ഏതായാലും ഈ വിഷയങ്ങളിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസും അറിയിച്ചിട്ടുള്ളത്. ബസ്സിൽ ഉണ്ടായിരുന്ന പരിക്കേറ്റ മുഴുവൻ ആളുകളെയും ഇപ്പോൾ ആശുപത്രികളിലേക്ക് മാറ്റുകയാണ്. നെന്മാറയിൽ നിന്നും ഇപ്പോൾ 10ഓളം ആംബുലൻസുകൾ ഈ പോത്തുണ്ടി ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. പോത്തുണ്ടി ഡാമിൽ നിന്ന് ഏകദേശം 500 മീറ്ററും ചെക്ക് പോസ്റ്റ് പരിസരത്ത് നിന്ന് ഏകദേശം 200 മീറ്റർ ദൂരെയാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. അവിടെ നിറയെ തേക്കിൻ മരങ്ങൾ നിൽക്കുന്ന ഒരു തേക്കിൻ കാട് സമാനമായിട്ടുള്ള ഒരു മേഖലയാണ്. അവിടെ വെച്ച് ബസ്സിന്റെ നിയന്ത്രണം ഈ റോട്ടിൽ നിന്ന് തെന്നിമാറി ബസ്സിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് ബസ് താഴ്ചയിലേക്ക് നീങ്ങുകയായിരുന്നു. നേരെ ആ തേക്കിൻ മരങ്ങളിൽ ഇടിച്ചു നിന്നതുകൊണ്ട് മാത്രം വലിയൊരു അപകടത്തിൽ നിന്ന് ഒരുപാട് പേർ രക്ഷപ്പെടുകയായിരുന്നു. ഏതായാലും ഇതിനിടയിലാണ് ആ സ്ത്രീ ആ മരത്തിന് ഇടയിൽ കുടുങ്ങിപ്പോയിട്ടുള്ളത്. ഈ ബസ്സിന്റെ മുൻഭാഗം തകരുകയും ഈ ബസ്സിന്റെയും അതുപോലെ തന്നെ തേക്കിൻ മരത്തിനും ഇടയിൽ ഇവർ കുടുങ്ങിപ്പോയതാണ്. ഏതായാലും ഇവരെ പുറത്തേക്ക് എത്തിച്ച് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെയും പോലീസിന്റെയും. ഹമീദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹമീദ് നെന്മാറ ഇപ്പോൾ സ്ഥലത്തുണ്ട്. നമസ്കാരം ഹമീദ് ജി, എന്താണ് സംഭവിച്ചത്? ഈ പരിക്കേറ്റ യുവതി ഗുരുതരാവസ്ഥയിലാണെന്ന് പറയുന്നു. എന്താണ് അവസ്ഥ? പരിക്കേറ്റ യുവതി മരിച്ചു സാറേ. അതിപ്പോ എടുത്തിട്ടില്ല. ഫയർഫോഴ്സും നാട്ടുകാർ കൂടി രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇപ്പോഴും ബസിന്റെ മരത്തിന്റെ ഇടയ്ക്ക് ഇരിക്കുകയാണോ അവര്? ആ മരത്തിന്റെയും ബസിന്റെ ഇടയിൽ കുടുങ്ങി കിടക്കാണ്. അയ്യോ, ജീവനില്ലേ ഇപ്പോ? എന്റെ ജീവനിൽ മരിച്ചുപോയി സാറേ, മരിച്ചു. തലച്ചോറ് ജാമായി കിടക്കുകയാണ് സാറേ. അയ്യോ, എന്താ സംഭവിച്ചത് ഹമീദ് ജി? ഒരു അരമണിക്കൂർ മുമ്പ് ഇത് ഈ ചെക്ക് പോസ്റ്റ് എത്താറാകുന്ന സമയത്ത് അവിടുന്ന് ബ്രേക്ക് ഡൗൺ ആയതാണ് KSRTCയുടെ. ബ്രേക്ക് പോയതാണ്. അതെ. അയ്യോ, അത് ശരി. അപ്പൊ എന്തിനാ ഇത് സൈഡിലേക്ക് തെന്നി മാറി അല്ലേ? തെന്നി മാറി. ഇപ്പൊ ഒരു ടൂറിസ്റ്റ് വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു മറ്റേ ഇവിടെ KSRTC ബസ് പോകുമ്പോൾ സൈഡ് കൊടുത്താണ്. അത് ബ്രേക്ക് ഡൗൺ ആയപ്പോൾ അരമണിക്കൂർ മുമ്പ് ബ്രേക്ക് ഡൗൺ ആയവേ. അല്ല ഹമീദ്, അപ്പൊ ഈ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് പുറത്ത് വന്നതാണോ? തെറിച്ചു വീണതാണോ യുവതി? തെറിച്ച് വീണ്ടും മരത്തിലോട് പെട്ട് ജാമായതാണ്. യാത്രക്കാരിയായിരുന്നു അല്ലേ? എന്താ സാറേ? ഈ യാത്രക്കാരിയായിരുന്നു, ഈ ബസ്സിൽ തന്നെ യാത്ര ചെയ്ത യാത്രക്കാരിയായിരുന്നു അതല്ലേ? അതെ യാത്രക്കാരി. ഒരാൾക്കാണ് ജീവൻ അപകടം സംഭവിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള പരുക്കളുണ്ട്. ഞാൻ ഒരു പോലീസുകാരോട് ചോദിക്കട്ടെ മുഹമ്മദ്, ഒരാൾക്കാണ് പരിക്ക് മരണം, ഒരാള് ഗുരുതര പരിക്കാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്. 2 പേർക്ക് ഗുരുതര പരിക്ക് അല്ലേ? നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു മരണം, അത് നമുക്ക് സ്ഥിരീകരിക്കേണ്ടി വരും ഇപ്പോ അല്ലേ? ഒരാൾ മരിച്ചു. അത് ഫയർഫോഴ്സിൽ വന്നോണ്ടിരിക്കണം. ഓക്കെ, ഇപ്പോഴും ബാക്കിയുള്ള ആൾക്കാരെ മാറ്റിയോ?
എല്ലാവരും മാറ്റി എല്ലാവരും പറ്റി. ഇനിയിപ്പോ ഈ ബോഡി മാത്രമേ എടുക്കാനുള്ളൂ അല്ലേ? അതെ അതെ അതെ. ഡ്രൈവർക്ക് പരിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഡ്രൈവർക്ക് ഗുരുതര പരിക്കുണ്ട്. ഡ്രൈവർക്കും ഗുരുതര പരിക്കാ അല്ലേ? അതെ അതെ. ഇത് എപ്പോഴായിരുന്നു സംഭവിച്ചത്? അരമണിക്കൂർ മുമ്പാണോ? ഇപ്പൊ കറക്റ്റ് സമയത്ത് സാറേ 10 അതൊരു കൃത്യം ഒരു 10 മണി 9:50. 9:50 നെന്മാറയ്ക്ക് പോകുന്ന വണ്ടിയായിരുന്നു അല്ലേ? അതെ, നെന്മാറയ്ക്ക് ഇറങ്ങി വരുന്ന വണ്ടിയായിരുന്നു. നെല്ലിയാമ്പതി ഒരു 1/2 കിലോമീറ്റർ ഉള്ളു ചെക്ക് പോസ്റ്റിക്ക്. ചെക്ക് പോസ്റ്റ് 1/2 കിലോമീറ്റർ. ആ തേക്കൻകാടിന്റെ ഇടയ്ക്കായിരിക്കും അല്ലേ? അതെ 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 സാർ. ഓക്കെ ഹമീദ്ജി, താങ്ക് യു ഹമീദ്ജി, താങ്ക് യു. ഓക്കെ, ഹമീദാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. വളരെ നിർഭാഗ്യകരമായ സംഭവം. വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന നെല്ലിയാമ്പതിയിൽ നിന്ന് നെന്മാറയ്ക്ക് വന്ന KSRTC ബസ് 9:50 അപകടത്തിൽപ്പെടുകയായിരുന്നു. ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരി ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് ബസ്സിനും മരത്തിനും ഇടയിൽപ്പെട്ടാണ് മരണമടഞ്ഞത് എന്നതാണ്. 2 പേർക്ക് ഗുരുതര പരിക്കെന്നാണ് ഹമീദ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. രാവിലെ 9:50 സംഭവം. വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് വലതുവശത്തുള്ള ഈ തേക്കിൻകാട്ടിലേക്ക് വണ്ടി തെന്നി നീങ്ങുന്നത്. അവിടെ യാത്രക്കാരി ബസ്സിൽ നിന്ന് തെറിച്ചു വീണാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. അത് ആ മരണം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. കാരണം അവിടെ സ്പോട്ടിൽ നിന്ന് ഹമീദ് റിപ്പോർട്ട് ചെയ്യുന്നു, പോലീസും അവിടെയുണ്ട്. ഇപ്പോഴും ആ ബോഡി അവിടെ നിന്ന് റിക്കവർ ചെയ്തിട്ടില്ല. മരത്തിനും ബസ്സിനും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഇക്ബാൽ പറഞ്ഞതുപോലെ അപ്പോൾ ഒരു മരണം എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടി വരുന്നു.